എന്റെ കുഞ്ഞെ കുഞ്ഞു മോണ കാട്ടി നീ തിരിച്ചപ്പോ എന്റെ വിരൽ തുമ്പിൽ പിടിച്ച് നീ എന്റെ വിരൽ തുമ്പിൽ പിടിച്ചു നീ പിച്ച വെച്ചു നടന്നപ്പോ ചോരയുടെ മണം. പോയി മറയേ, നീ പോയി മറയേ. കൊയ്ത്തരിവാളാവാൻ മനുഷ്യൻ ഇവനൊക്കെ എവിടെന്ന് ഒരു ചുക്കും അറിയാത്തവന്മാര്. അമ്മിഞ്ഞ പാലലി അടുത്ത വിളിക്ക് ചേട്ടാ. അത് നന്നായിട്ടുണ്ട്, പക്ഷെ ഇത്ര ഹെവി അല്ലാതെ കുറച്ച് ശാന്തമായിട്ടൊന്നും ചെയ്യാവോ? അതിനെന്താ, ഞാൻ ശാന്തനാണല്ലോ, ശാന്തനാവാലോ. ദാ ശാന്തം പിടിച്ചോളൂ. ശാന്തമായുള്ള ഭാവമാണ് ഉദ്ദേശിച്ചത്, ശാന്തയുമായുള്ള ഭാവമല്ല. അതെ, നിങ്ങൾ എന്നെ അഭിനയം പഠിപ്പിക്കണ്ട കേട്ടോ. എന്നാ പിന്നെ ശാന്തം വെക്കോ. എവിടേക്ക് പോവാൻ? അതെ, ഞാൻ 10-25 കൊല്ലം കലാമണ്ഡലത്തിൽ കൈരുത്തിയാളാ. അത് ശരി, കലാമണ്ഡലത്തിലെ കഞ്ഞിക്കൈല് കുത്തലായിരുന്നു പണി. അടുക്കളയില് അപ്പൊ കലാമണ്ഡലത്തിൽ കഞ്ഞി വെച്ചാൽ വേവില്ലേ? വേഗം വേഗം, പക്ഷെ ആ കഞ്ഞി ഇവിടെ വേവില്ല. എന്ത് സദ്യണ്ടാണോ ഇവിടെ നിൽക്കണേ? ഒരു വിവരമില്ലാത്ത ആൾക്കാരായിട്ടാണ്. സിനിമാക്കാരത്ര സിനിമാക്കാർ. പൊയ്ക്കോ 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 പൊയ്ക്കോ, നിങ്ങൾ ആരും വേണ്ട. അയ്യടാ, അഭിനയിക്കാൻ പറ്റിയൊരു മോന്ത. പൊയ്ക്കോ ഉണ്ണേ, ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. സകല കളവന്മാരെ പറഞ്ഞു വിട്ടേരി. കിട്ടി, ഒരു ഉഗ്രൻ സാധനം വന്നിട്ടുണ്ട്. വിത്ത് കാരവൻ, വിത്ത് കാള പോലത്തെ 2 ബോഡി ഗാർഡും. ലുക്കിന് ലുക്കും, ക്യാഷിന് ഒടുക്കത്തെ ക്യാഷും. സാധനത്തിന് സെലക്ട് ചെയ്താൽ ക്ലീൻ. പുള്ളി എന്നെ നടൻ, പുള്ളി എന്നെ പ്രൊഡ്യൂസറും. എന്നാ ഫിക്സ് ചെയ്യാലോ? അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? നോക്കാടാ, അഭിനയിക്കാൻ അപ്പിയറൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതിന് ഡൗട്ടേ വേണ്ട. ആദ്യം നീ പീസിനെ കാണ്. Action talk and no one bag of mouth. That's how we run the east, west, the north and south. എന്താ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? എങ്ങനെയുണ്ട് ലുക്ക്? ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അയാളൊന്നും ശരിയാവില്ല. എന്താ എന്താ കുഴപ്പം? പൊക്കയില്ലേ? ലുക്കില്ലേ? എടുപ്പില്ലേ? അതല്ലടാ, ആ മുഖം കണ്ട അറിയാം മുഖത്തിന്റെ എക്സ്പ്രഷൻ പറ്റില്ലെന്ന്. എന്ത് എക്സ്പ്രഷൻ ഉണ്ടാവില്ലെന്നാ? പാളയം കുടമ്പഴം മിക്സിയിലിട്ട് അടിക്കുന്ന പോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഒന്ന് കണ്ടു നോക്കുമോനെ. ഉണ്ണിയേട്ടാ, ഇളങ്ങനുണ്ട്, കുഴപ്പമില്ലല്ലേ? നിനക്കും ഭ്രാന്തായോ? ഇതാണ് അഭിനയം. അതൊക്കെ അറിയാതെ ഉള്ളിൽ പുറത്തേക്ക് വരേണ്ടതാ. അയ്യേ, ഇപ്പൊ അയാൾ കാണിച്ചത് അറിയാതെ ഉള്ളിൽ പുറത്തേക്ക് വന്നതാ. അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല. ഒന്ന് മിണ്ടായിരിക്കേട്ടാ. അയാൾ വെച്ച് പടം ചെയ്ത് നമ്മളെന്താ ഡിസ്കവറി ചാനലിന് വേണ്ടിയാ പടം ഉണ്ടാക്കണേ? നീ പോയി അയാളെ പറഞ്ഞോട്ടെ. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. അയാൾ അയാളുടെ ഇഷ്ടത്തിന് കാണിച്ച അഭിനയമല്ലേ. നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അയാൾ കാണിക്കില്ല നോക്കി നമുക്ക് പറഞ്ഞുവിടാം. ഞാൻ ഒരാളെ വെറുതെ കോലം കെട്ടിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിയേട്ട ഇപ്പൊ വരണ്ട. ആ ഓൻ എക്സ്പ്രഷൻ മാറ്റി ഞങ്ങളൊന്ന് ചെയ്യിച്ചു നോക്കട്ടെ. തരക്കേടില്ല, ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഉണ്ണിയേട്ട വന്ന് നോക്കിയാൽ മതി. എന്താ? നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്യും. നടക്കോ? ഒരു നാടൻ വന്നിരിക്കുന്നു. ഇതാണോ അഭിനയം? വലിയ നാടകക്കാരനാണ് പോലും. എത്ര നാടകത്തിൽ അഭിനയിച്ചോ? ശാപം. വലിയ കാശുകാരനാ അല്ലേ? കറുത്ത പട്ടാളമായിട്ട് ഇങ്ങനെ കുറെ കാശുമായിട്ട് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അഭിനയം രക്തത്തിലാ വേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? എവിടുന്ന് കെട്ടിയെടുത്തോണ്ട് വന്നോ ഇവനെയൊക്കെ? എന്താ വിഷയോട്ടാ? എന്താ പ്രശ്നം? എന്റെ ഉണ്ണി, നീ മനസ്സിൽ തട്ടി എഴുതിയ ഡയലോഗല്ലേ ഇതൊക്കെ? ഈ ശപ്പണിത് എങ്ങനെയാ പറഞ്ഞെന്നറിയോ? കേട്ടായിരുന്നോ? ഒന്ന് പറയണോ? എന്റെ കുഞ്ഞ് പിറന്ന വീണ് അമ്മിഞ്ഞപ്പാൽ ഞങ്ങൾ കരഞ്ഞു. കുഞ്ഞുമോളെ കാട്ടി നീ ചിരിച്ചു. എന്റെ കുഞ്ഞെ, പിറന്നു വീണ് അമ്മിഞ്ഞപ്പാലിന് വീണ് നീ കരഞ്ഞു. കുഞ്ഞു മോണ കാട്ടി നീ ചിരിച്ചു. പിന്നെ എന്റെ കൈവിരലിൽ പിടിച്ച് നീ പിച്ച വെച്ചു. അപ്പോഴെല്ലാം എനിക്കുണ്ടായ നിർവൃതി. മനുഷ്യൻ കലപ്പയുണ്ടാക്കാൻ, കൊയ്ത്തരുവാളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൽ ഇന്ന് ചോര മണക്കുന്നു. എന്റെ കുഞ്ഞെ, ശപിക്കപ്പെട്ട ഈ ഗോത്ര പാരമ്പര്യത്തിന്റെ കണ്ണിയാവാതെ നീ പോ.
പോയി മറയേ. നിന്റെ കാലമെങ്കിലും ശാപമോക്ഷത്തിൻ്റെതാവട്ടെ. നിന്റെ കൈകളെങ്കിലും പണിയായുധങ്ങൾ മാത്രം പണിയട്ടെ. അങ്ങനെയല്ലേ പറയണ്ടേ? ഇറങ്ങി പോളോ. ഉണ്ടാക്കാൻ നടക്കുന്നു. ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും ഈ മഹാനടനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. എന്താ? എന്റെ സിനിമയിലെ പെരുങ്കൊല്ലൻ വിശ്വേട്ടന. ഇതാ ഇനി ആകെ ഉള്ളത്. എത്ര ബാലൻസ് കൊടുക്കാനുള്ളത്? ഒരു 12 ലക്ഷം രൂപ കൊണ്ടുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാം. ഇത് വെക്ക്. ആ പോക്ക. ആ എന്നാ എന്റെ സിനിമ ഞമ്മക്കൊന്ന് കാണാൻ പറ്റാ? ഇനിയും പണി കിടക്കല്ലേ ബാവുക്ക? എഡിറ്റിംഗ് തുടങ്ങണം, ഡബിങ്, റീ റെക്കോർഡിങ്, പിന്നെ മിക്സിങ്, അങ്ങനെ അങ്ങനെ. അല്ലാ, ഞമ്മ കരുതിയത് ഷൂട്ടിങ് കഴിഞ്ഞ അപ്പ തന്നെ സിനിമ കാണാൻ പറ്റൂന്നാണ്. ഇനിയിപ്പൊ വൈകിക്കണ്ട, എല്ലാ പണിയും കഴിച്ചിട്ട് ചൂടോടെ അങ്ങോട്ട് പുറത്തിറക്ക്. ചാനലറുടെ കാശ് ഇട്ടിട്ട് ഇതൊക്കെ തീർക്കാന്നാ കരുതിയത്. ഇതിപ്പോ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അവര് കാശ് തരുമെന്ന്. കിട്ടുന്നതാണെങ്കിൽ ലാബി കൊടുക്കാനേ തികയൂ. സ്റ്റാറില്ലാത്ത പടമല്ലേ. അതിനിടയ്ക്ക് കെ സാറിന്റെ അളിയന് ഒരു എണ്ണം കെട്ട വക്കീലില്ലേ, അയാൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാൻ ഫോൺ എടുത്തില്ല. അന്ന് ഒരു കുറെ കാശ് ഇറക്കിയതല്ലേ, തിരിച്ചു ചോദിക്കാനാവും. നീ എന്ത് മോശമായി ചെയ്ത്? ആ കുടുംബത്തോടുള്ള കടപ്പാട് നമുക്ക് മറക്കാൻ പറ്റും. എന്നെ വിശ്വസിച്ചിറക്കിയ കാശാ, അതിനുള്ള ഉത്തരവാദിത്തം എനിക്ക് തന്നെ. എത്രയും പെട്ടെന്ന് വിട്ട കുട്ടികളെ കാണണം. മഞ്ജു, നീ ഒന്ന് പെട്ടെന്ന് റെഡിയായി. ഇടക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിപ്പിച്ചവരകത്തുണ്ട്. ചെല്ല് ചെല്ല്. എന്തായടോ കാര്യങ്ങള്? അല്ല, അത് പിന്നെ ഇപ്പൊ സമാധാനമായല്ലേ അല്ലേ?